ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കാണാതായ തിരൂരിലെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ തിരോധാനത്തിൽ വഴിത്തിരിവ്. തിരുപ്പൂക്കേത സ്വദേശിയായ PB ചാലിബ് ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. നിലവിൽ കർണാടകയിലെ ഉടുപ്പിയിലാണുള്ളത്. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ബുധനാഴ്ച വൈകിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ചാലിബിന് ഏറെ വൈകിട്ടും കാണാതായതിനെ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. തിരൂരിൽ നിന്നും കാണാതായ തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ മാങ്ങാട്ടി സ്വദേശി PB ചാലിബ് ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചു. രാവിലെ ഭാര്യയുടെ ഫോൺ കോൾ എടുത്ത ചാലിബ് കർണാടകയിലെ ബസ് സ്റ്റാൻഡിലാണുള്ളതെന്നും വീട്ടിലേക്ക് എത്താമെന്നും അറിയിച്ചതായി ബന്ധു പറഞ്ഞു. വലിയ ആശങ്കയിലായിരുന്നു ഞങ്ങൾ. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. ഇന്ന് രാവിലെ വിളിച്ച കോൾ എടുക്കുകയും പിന്നെ അവിടെ സേഫാണെന്ന് അറിയുകയും ചെയ്തു. അല്ല, അങ്ങോട്ട് വിളിച്ചതാണ്, അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. അങ്ങോട്ട് പല പ്രാവശ്യം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ പല പ്രാവശ്യം ഫോൺ ഓണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനത്തിൽ തന്നെയായിരുന്നു. ഇന്ന് രാവിലെയും ഓൺലൈൻ കണ്ടു. അപ്പോൾ പലവട്ടം വിളിച്ചു നോക്കി, വിളിച്ചെടുത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വിളിച്ചെടുത്തു. ഇപ്പോഴല്ല, ഒരു രാവിലെ ഒരു 7 മണിക്ക് ശേഷം. അപ്പോൾ ഇങ്ങോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അത് പോലീസ് ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. അവർ ശ്രദ്ധിച്ചോളൂ. നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. ആളിങ്ങോട്ട് എത്തുമെന്നാണ് കരുതുന്നത്. ഇല്ല, ഒരു ധാരണയില്ല. ഇല്ല എന്താ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആൾ ഒറ്റയ്ക്ക് ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടെ ആരുമില്ലെന്നും മാനസിക പ്രയാസത്തിൽ പോയതെന്നാണ് ചാലിബ് ഭാര്യയോട് പറഞ്ഞത്. വിളിച്ചത് കർണാടകയിൽ നിന്നാണെന്നാണ് വിവരം. തിരൂർ മാങ്ങാട്ടി സ്വദേശി ചാലിബ് PBയെ ബുധനാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായത്. ഓഫീസിൽ നിന്ന് വൈകിട്ട് 5:15 ഇറങ്ങിയതാണ് സഹപ്രവർത്തകർ പറഞ്ഞത്. അതിനുശേഷം ഭാര്യ വിളിച്ചപ്പോൾ തിരിച്ചെത്താൻ വൈകുമെന്ന് അറിയിച്ചിരുന്നു. വളാഞ്ചേരി ഇടുമ്പിളത്ത് ഒരു റെയ്ഡുണ്ടെന്നും കൂടെ പോലീസ് എക്സൈസ് സംഘമുണ്ടെന്നും പിന്നീട് വാട്സാപ്പിൽ അറിയിച്ചു. ബുധനാഴ്ച രാത്രി 11 വരെ കാണാതായതിനെ തുടർന്നാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. രാത്രി 12:18 ഓഫായ ഫോൺ പിന്നീട് രാവിലെ 6:55 അല്പസമയം ഓണായിരുന്നു. അവസാന ടവർ ലൊക്കേഷൻ കോഴിക്കോട് പാളയം ഭാഗത്താണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ചാലിബ് ഫോണിൽ ബന്ധപ്പെട്ടതോടെ ആശ്വാസത്തിലാണ് കുടുംബവും.